ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഗുൽമർഗിലേക്ക് യാത്ര തിരിച്ചു. ഇന്നത്തെ യാത്രയിൽ ആദ്യം ഗൊണ്ടോളയിൽ കയറി കാഴ്ചകൾ ആസ്വദിച്ച് മഞ്ഞു വീണ് കിടക്കുന്ന പർവ്വതനിരകൾ കാണുക എന്നതാണ്. അച്ചു ത്രില്ലിലാണ്. അത് മോനെ എങ്ങോട്ടാ പോണേ? കാശ്മീരിൽ എന്താ ഉള്ളേ? സൂപ്പറല്ലേ? സൂപ്പർ ഇതൊന്ന് കാണിച്ചേ. ഗുൽമർഗ് ടൗണിലെത്തി. മഴയും നല്ല തണുപ്പുമാണ്. തണുപ്പിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ട ഷൂവും ജാക്കറ്റും റെന്റിനെടുത്തു. ഗ്ലൗസും നെക്ക് ബാൻഡും ക്യാപ്പും ഞങ്ങൾ പുറമേ നിന്ന് വാങ്ങി. എല്ലാം കൂടി ഒരാൾക്ക് 200 രൂപ. വാടകയ്ക്ക് എടുത്തതിന് 350 രൂപയും. അച്ചുവിന് വളരെയധികം യോജിച്ച കോട്ടാണ് കിട്ടിയത്. അതെല്ലാം ധരിച്ച് ഫോട്ടോ എടുക്കലായിരുന്നു ആദ്യത്തെ പണി. മക്കൾക്ക് അവരുടെ ഡ്രസ്സ് നന്നായി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അവിടെ നിന്നും ഞങ്ങളുടെ വാഹനത്തിൽ ഗൊണ്ടോളയിലേക്ക് കയറുന്നതിനായി എത്തിച്ചേരേണ്ടിടത്തേക്ക് പുറപ്പെട്ടു. പൈൻമരങ്ങൾക്കിടയിലുള്ള വളവും തിരിവും നിറഞ്ഞ വഴി. മനോഹരമായ കാഴ്ചകളെല്ലാം കണ്ട് പാർക്കിങ്ങിൽ വണ്ടി ഒതുക്കി ഞങ്ങൾ ഇറങ്ങി. ഇവിടെ നിന്നും 2 കിലോമീറ്റർ ദൂരമുണ്ട് ഗൊണ്ടോളയിലേക്ക്. ഗൊണ്ടോള എന്ന് പറയുമ്പോൾ സ്ഥലമാണെന്ന് കരുതരുത് കേട്ടോ. പർവ്വതത്തിന്റെ ഉയരങ്ങളിലേക്ക് എത്താനുള്ള കേബിൾ കാറാണ് ഇത്. ടിക്കറ്റ് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ബുക്ക് ചെയ്തിരുന്നു. എന്നാൽ മാത്രമേ ഗൊണ്ടോളയിൽ കയറാൻ കഴിയുള്ളൂ. യാത്ര ഒരു പ്രത്യേക അനുഭവമാണെന്ന് തന്നെ പറയാം. ഒരു കേബിൾ കാറിൽ 6 പേർക്കാണ് യാത്രാനുമതി ഉള്ളത്. ഞങ്ങളും സ്വാതി ടീച്ചറും മകനും കേബിൾ കാറിൽ കയറി. കാർ മുന്നോട്ട് നീങ്ങി. പർവ്വതത്തിന്റെ മുകളിലേക്ക് കേബിൾ കാർ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. താഴേക്ക് നോക്കുമ്പോൾ മഞ്ഞു വീണ് കിടക്കുന്ന പൈൻമരക്കാടുകൾ കാണാം. വെള്ളാരം കല്ലായിരിക്കും എന്നാണ് ആദ്യം തോന്നിയത്. പക്ഷേ അത് മഞ്ഞുകട്ടകളായിരുന്നു. മഞ്ഞുകട്ടകളാൽ മൂടിയിരിക്കുന്ന പർവ്വതനിരകൾ ഉയരത്തിലെത്തും തോറും ദൃശ്യമായി കൊണ്ടിരുന്നു. അങ്ങനെ ഞങ്ങൾ ഗൊണ്ടോളയുടെ 1ാം പോയിന്റിലെത്തി. അവിടെ നിന്നും വീണ്ടും മുകളിലേക്ക് കേബിൾ കാർ സർവീസ് ഉണ്ട്. ഫേസ് 2-വിൽ 3 വയസ്സിന് താഴേക്കുള്ള കുട്ടികൾക്ക് പ്രവേശനമില്ലട്ടോ. ലിനിയേട്ടൻ അധികൃതരോട് സംസാരിച്ചപ്പോൾ സ്നോഫോൾ ആയതുകൊണ്ടും ഓക്സിജൻ ലഭ്യത കുറയുന്നതുകൊണ്ടും ഫേസ് 2-വിലേക്ക് പ്രവേശനമില്ല എന്നറിഞ്ഞു. ഗൊണ്ടോളയിലെ യാത്ര സ്വപ്നത്തിൽ പോലും ഞങ്ങൾ ഇത്ര മനോഹരമാവുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. പൈൻമരക്കാടുകൾ, അതിനടിയിൽ മഞ്ഞുറഞ്ഞു കിടക്കുന്ന പ്രദേശങ്ങൾ എല്ലാം ഒരു പുതിയ അനുഭവവും അതിലുപരി മനസ്സിൽ നിന്നും മായാതെ സൂക്ഷിക്കാൻ കഴിയുന്ന ഓർമ്മകളുമായി ഈ യാത്ര മാറിയെന്നതിൽ യാതൊരു സംശയവുമില്ല. ഇനി പോകുന്നത് മഞ്ഞിൽ കളിക്കാനാണ്. ആ വീഡിയോയുമായി നാളെ വരാം. ബായ്.